മാനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളുമായി ബന്ധപ്പെട്ട് പഠന വൈകല്യങ്ങളെക്കുറിച്ചിട്ടുള്ള ചർച്ചയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്തത്. അതുപോലത്തെ ഒരു വിഷയവുമായിട്ടാണ് ഈ എപ്പിസോഡിൽ നമ്മൾ വന്നിരിക്കുന്നത്. പതിവ് പോലെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉള്ളത് വിൻസെൻഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള സിസ്റ്റർ ഡോക്ടർ ഡോണയാണ്. സിസ്റ്ററെ, സ്വാഗതം. ഒപ്പം നമ്മളോടൊപ്പം ഉള്ളത് കൂഴൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലെ സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലറായിട്ടുള്ള ബിനിത ബേബി മാമാണ്. മാം, സ്വാഗതം. സിസ്റ്ററെ, ഇപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠനമായിട്ട് ബന്ധപ്പെട്ട് പഠന വൈകല്യങ്ങളാണ് കാണിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബുദ്ധിശക്തിയുള്ള കുട്ടികളുടെ വൈകല്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാമോ? ഈ ബുദ്ധിശക്തി അല്ലെങ്കിൽ ബുദ്ധി എന്ന് പറയുന്നൊരു കാര്യം, നമുക്കൊരു പർട്ടിക്കുലർ ഒരു കഴിവുണ്ട്, അതുകൊണ്ട് നമുക്ക് ബുദ്ധിയുണ്ടെന്ന് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള എന്നാൽ ഒത്തിരിയേറെ കോമ്പണൻസ്, അതിൻ്റെ ഉപഘടകങ്ങൾ കൂടിയതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബുദ്ധിശക്തി എന്ന് പറയുന്നത്. ഇത് നമ്മൾ സ്വയമേ നേടിയെടുത്തതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ദാനമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന ഒരു കഴിവാണ് നമ്മുടെ ബുദ്ധിശക്തി എന്ന് പറയുന്നത്. എത്രത്തോളം കൊടുക്കുന്നു അല്ലെ എത്രത്തോളം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കഴിവുകളോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ കഴിവുകളോ അല്ലെങ്കിൽ ബുദ്ധിശക്തി കുറഞ്ഞു പോകുന്നത് മാതാപിതാക്കളുടെ ഒരു കഴിവുകേടുകളോ അല്ല. കാരണം ചിലപ്പോഴൊക്കെ എൻ്റെ അടുക്കൽ കുട്ടികളെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും അവർ പറയാറുണ്ട്, ചിലപ്പോൾ അമ്മമാർ പറയുക അല്ലെങ്കിൽ കുട്ടിയുടെ ഫാദേഴ്സ് അല്ലെങ്കിൽ അച്ഛന്മാർ പറയാറുണ്ട്, സിസ്റ്റർ ഈ കുട്ടിക്ക് ഇങ്ങനെ വന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ബന്ധനങ്ങൾ ഉള്ളത് കൊണ്ടാണോ, മറ്റു പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഞങ്ങളത് ശ്രദ്ധിക്കാതെ പോയത് കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ബുദ്ധിശക്തി, ഒരു കുഞ്ഞിന് കിട്ടിയിരിക്കുന്ന ഒരു ബുദ്ധിശക്തിക്ക് ആനുപാതികമായിട്ട് അവൻ്റെ എക്സ്പോഷറും അല്ലെങ്കിൽ അവൻ വളർന്നു വരുന്ന സാഹചര്യങ്ങളിലും അതിനുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബുദ്ധിശക്തി തലത്തിൽ ഉയർന്നു പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ബുദ്ധിശക്തി കുറയുക എന്ന് പറഞ്ഞാൽ അത് അവനവൻ്റെ പ്രശ്നമല്ല, അത് വീട്ടുകാരുടെ പ്രശ്നമല്ല, നാട്ടുകാരുടെ പ്രശ്നം. അവനിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ആ ഒരു കപ്പാസിറ്റിയാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു കോമ്പണൻറ്റ് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഒത്തിരിയേറെ നമ്മൾ പറയും മൾട്ടി ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നു. ഒരാളുടെ ബുദ്ധിശക്തി അളക്കുവാനായിട്ട് ഇപ്പോൾ സയൻറ്റിഫിക്കായിട്ട് മനഃശാസ്ത്രപരമായിട്ടൊക്കെയുള്ള പല അസസ്മെൻറ്റ് ടൂളുകളുണ്ട്. നമ്മൾ അത് ഉപയോഗിച്ചാണ് ഒരാളുടെ ബുദ്ധിശക്തി നമ്മൾ അളക്കുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ സയൻറ്റിഫിക്കായിട്ട് എത്രമാത്രം എന്തെല്ലാം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അളക്കുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിലാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയാണ് ഒരു ക്വാളിറ്റേറ്റീവ്. നമുക്ക് എപ്പോഴും മനുഷ്യരെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും മനുഷ്യൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ഞാൻ പറയും, നമ്മൾ അവിടെ ഇടേണ്ട ഒരു സ്പേസ് ക്വാളിറ്റേറ്റീവാണ്. ഇപ്പോൾ നമ്മളൊരാളെ ഒരു മനുഷ്യനെ നമ്മൾ ഒരിക്കലും നമുക്ക് ചില അസസ്മെൻറ്റ് ടൂളുകളെ മാത്രം വെച്ചുകൊണ്ട് അളക്കാനായിട്ട് സാധിക്കില്ല. കാരണം എൻ്റെ പ്രൊഫഷണൽ ഫീൽഡിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നത്, അനേകം കാര്യങ്ങൾ സാധ്യതകളുള്ളതാണ് മനുഷ്യൻ. നമുക്കൊരു ബുദ്ധിയുടെ കാര്യത്തിൽ മാത്രം ചുരുക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ എങ്കിലും ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഫങ്ഷനിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം, വൈകല്യം എന്ന് പറയുന്നത് ഫാക്റ്റാണ്. കാരണം ചിലർക്ക് ചിലർക്ക് കൂടുതൽ ബുദ്ധി ഉണ്ടായിരിക്കാം, ചിലർക്ക് അതിൻ്റെ ഒരു ബുദ്ധിശക്തി കുറവായിരിക്കാം. അപ്പം എല്ലാം കൂടി ചേർന്നത്, അതായത് ഒരു എക്സിക്യൂട്ടീവ് കപ്പാസിറ്റി, പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി, ലേണിംഗ് കപ്പാസിറ്റി, മെമ്മറി, അപ്പോൾ ഇതേപോലുള്ള ഒത്തിരിയും കാര്യങ്ങളും ചേർന്നതാണ് ബുദ്ധിശക്തി എന്ന് പറയുന്നത്. നമ്മൾ കുട്ടികളിലെ ബുദ്ധി വൈകല്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പം മുതിർന്നവരിലെ ഏത് രീതിയിലാണ് ഈ ഒരു ബുദ്ധിശക്തിയുടെ വൈകല്യം വരിക? ഓക്കെ, നമ്മൾ സാധാരണ ബുദ്ധിയെ അല്ലെങ്കിൽ ബുദ്ധിയുടെ ഒരു രണ്ട് തലങ്ങളെന്ന് പറയുന്നത്, കാര്യങ്ങൾ കണ്ടും കേട്ടും വിശകലനം ചെയ്ത് അതിനോട് പ്രതികരിക്കുവാനുള്ള ഒരാളുടെ ശക്തി, കഴിവ്. അതോടൊപ്പം തന്നെയാണ് പ്രായത്തിനനുസരിച്ച്, കാലഘട്ടത്തിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച് എന്തിനോട് പെരുമാറുന്നുവോ, എങ്ങനെ പെരുമാറുന്നു. അതായത് നമ്മൾ പറയും IQ, ഇൻ്റലിജൻസ് കോഷ്യൻ്റ് ഉണ്ട്, SQ, അതായത് സോഷ്യൽ കോഷ്യൻ്റ് ഉണ്ട്. ഇത് രണ്ടും കൂടി ഒരു കോംപ്ലിമെൻ്ററി ഫാക്ടറാണ്. അതായത് രണ്ടും ഒരേപോലെ ചേർന്ന് പോകേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കുട്ടികളിലാവുമ്പോൾ നമ്മൾ ഈ ബുദ്ധിശക്തിയുടെ കാര്യം പറയുമ്പോൾ അവരുടെ പഠനം നോക്കുന്നു, മറ്റുള്ളവരായിട്ടുള്ള ഇടപെടലുകൾ നോക്കുന്നു. ഇതെല്ലാം നമുക്ക് ആ ഒരു പ്രായത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
മുതിർന്നവരിലും ബുദ്ധിശക്തിയിൽ വ്യത്യസ്തതകൾ ഉള്ളവരുണ്ട്, ബുദ്ധിശക്തിയിൽ വൈകല്യമുള്ളവരുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കേസ് ഡയറി നമ്മൾ പറയുമ്പോൾ ഒരു കേസ് ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി അത് മനസ്സിലാക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഒരു വിവാഹമൊക്കെ കഴിഞ്ഞ് 1 വർഷത്തോളമായിട്ടുള്ള ഭാര്യയും ഭർത്താവും അവരുടെ വീട്ടുകാരുമൊക്കെ ആയിട്ടാണ് ഒരു പ്രാവശ്യം നമ്മുടെ അടുക്കൽ അപ്പോയിൻമെൻ്റ് എടുത്ത് വരുന്നത്. അപ്പോൾ ചോദിച്ചപ്പോഴത്തേക്ക് പറയുന്നത് ഹസ്ബൻഡ് ഒരു ബിസിനസ്മാൻ ആണ്. അപ്പോൾ സോക്കോൾഡ് ഒരു വെൽ ടു ഡു ഫാമിലിയിലാണ് രണ്ടുപേരും ഉള്ളത്. താരതമ്യേന ഈ പെൺകുട്ടിയുടെ വീട്ടുകാരാണ് സാമ്പത്തികമായിട്ട് കുറച്ചുകൂടി നിലവാരം പുലർത്തുന്നവർ, ഉയർന്നു നിൽക്കുന്നവർ. അതുകൊണ്ട് തന്നെ ഒരു വിവാഹാലോചന വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി ചിലപ്പോൾ ഒരു സമ്പത്തിൻ്റെയൊക്കെ കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ആ വിവാഹം നടന്നു. ഇപ്പോൾ അവർ പറയുന്ന കംപ്ലൈൻറ്റ് ഈ വൈഫിനെ സംബന്ധിച്ചിടത്തോളം, പെൺകുട്ടിക്ക് ഏകദേശം 28 വയസ്സോളം ഉണ്ട്. വൈഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൃത്യമായിട്ട് അവൾ ചെയ്യുന്നില്ല. എന്തെങ്കിലും പറഞ്ഞാൽ പൊടുന്നനെ ദേഷ്യപ്പെടും. അത് ആരോടെന്നില്ല, സാഹചര്യം എവിടെയാണെന്നില്ല. അപ്പോൾ ഈ ഹസ്ബൻഡ് ഒരു ബിസിനസ് ചെയ്യുവാണ്. അപ്പം വൈഫും വീട്ടിലിരിക്കുമ്പോഴത്തേക്കും വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നതിൽ പ്രശ്നമുണ്ട്. അങ്ങനെ ഇൻലോസുമായിട്ട് ചില പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്കും ഹസ്ബൻഡ് തന്നെ തീരുമാനിച്ചു, ഓക്കെ അവൾക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റേഷനറി ഒരു ഷോപ്പ് തുടങ്ങാം. അപ്പോൾ ഒരു ചെറിയൊരു ബിസിനസ്സും ആകും, അതോടൊപ്പം തന്നെ വീട്ടിൽ നിന്ന് കുറച്ച് മാറ്റി നിർത്താം. പിന്നെ ആൾക്കാരുമായിട്ടൊക്കെ ഒന്ന് ഇടപെടട്ടെ. ഇവരുടെ വിചാരം അങ്ങനെ ആൾക്കാരുമായിട്ടൊന്ന് ഇടപെടാതെ ഒതുങ്ങിക്കൂടിയത് കൊണ്ടായിരിക്കാം ഇങ്ങനെ വരുന്നതെന്ന്. അതായത് ആ പ്രായത്തിനനുസരിച്ചുള്ളൊരു പക്വത വന്നിട്ടില്ല. ജോലി കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു, പക്ഷേ പിന്നീട് ചെയ്തു വരുമ്പോഴും ആ ഒരു രീതിയിലല്ല ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ വന്നപ്പോൾ ഒത്തിരി കുടുംബത്തിൽ പ്രശ്നങ്ങളായി. അപ്പോൾ ഏകദേശം ഒരു ഡിവോഴ്സിൻ്റെ വക്കിലേക്ക് അവർ പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് അവർ വരുന്നത്. കാരണം അവർക്കൊരു കൺസൾട്ടേഷൻ വേണമായിരുന്നു, അവർക്കൊരു ഒപ്പീനിയൻ, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ വേണമായിരുന്നു. നമ്മൾ വന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചു, സംസാരിച്ചു. അപ്പോൾ ഒരു കേസ് ഹിസ്റ്ററി എടുത്തതിൻ്റെ, അതായത് അവർ പറഞ്ഞ ചീഫ് കംപ്ലയിൻസിൻ്റെ കാര്യങ്ങളും നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് ഈ കുട്ടിക്ക് പ്രായത്തിനനുസരിച്ചുള്ള ഒരു ബുദ്ധി ശക്തി ഉണ്ടാവണം എന്നില്ല എന്ന് നമ്മൾ നമുക്കൊരു സംശയം വന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളൊരു IQ അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കി. അപ്പോൾ IQ അസസ്മെൻറ്റ് ചെയ്തപ്പോഴത്തേക്ക് മനസ്സിലായി ഒരു ആവറേജ് ലെവൽ ഓഫ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഫങ്ഷൻ ആ സ്ത്രീയിലില്ല, ആ കുട്ടിയിലില്ല. അപ്പോൾ പുള്ളിക്കാരത്തിയോട് നമ്മൾ അക്കാഡമിക്കൽ ഹിസ്റ്ററിയൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അക്കാഡമിക് ഹിസ്റ്ററിയൊക്കെ വളരെ പുവറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മറ്റു കാര്യങ്ങളിലൂടെയൊക്കെയാണ്, അതായത് 10ാം ക്ലാസ് വരെയൊക്കെ ആ ഒരു രീതിയിൽ പോയി. 10ാം ക്ലാസ്സിലായപ്പോഴത്തേക്ക് മറ്റു ചില സർട്ടിഫിക്കറ്റുകളൊക്കെ ഒപ്പിച്ചു. അങ്ങനെ അത് മാത്രമേ കഴിഞ്ഞുള്ളൂ. പിന്നെ എല്ലാം ഡിപ്ലോമ കാര്യങ്ങൾ ആ ഒരു രീതിയിൽ ഒക്കേഷണൽ ട്രെയിനിങ് ആ ഒരു രീതിയിലേക്കാണ് പോയേക്കുന്നത്. അപ്പം നമ്മൾ അവരോട് കാര്യം പറഞ്ഞു. ആദ്യം തന്നെ നമ്മൾ ഈ ഭാര്യയോട്, ഈ പെൺകുട്ടിയോട് കാര്യം പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റാത്ത. അവർ പറഞ്ഞ് എനിക്കത് ചെയ്യാൻ മനസ്സിലാകുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് പോലെ വരുമ്പോൾ ചേട്ടൻ എന്നെ വഴക്കിടും, വീട്ടുകാരെന്നെ വഴക്കിടും, പിന്നെ എനിക്ക് ദേഷ്യമാകും, പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനും അവർക്കൊരു കപ്പാസിറ്റി കുറവുണ്ട്. കാരണം നമ്മൾ കണ്ടുപിടിച്ചതനുസരിച്ച് മൈൽഡ് ഇൻ്റലക്ച്വൽ ഡെഫിഷ്യൻസിയാണ്, ഡിസബിലിറ്റിയാണ് ഉള്ളത്. നമ്മളതിന് ശേഷം അവരുടെ വീട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞു, ബോധ്യപ്പെടുത്തി. അപ്പോൾ ശരിക്കും നമുക്കറിയാം, ഒരു കുടുംബജീവിതമൊക്കെ നയിക്കുമ്പോൾ നമുക്ക് മൾട്ടി ടാസ്കിലായിരിക്കണം, അല്ലേ? ടാസ്കുകൾ പലതും വരുന്നു. അപ്പം ഇതിനെയൊക്കെ ക്രോഡീകരിച്ച് മറ്റുള്ളവർ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു വേയിൽ ചെയ്യാനായിട്ട് ഇവർക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇനി ബുദ്ധിമുട്ട് വരുന്ന എല്ലാവർക്കും ബുദ്ധിക്ക് വൈകല്യമുണ്ട് എന്ന് സ്ഥാപിക്കുകയല്ല, മറിച്ച് ഏതെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടും റിപ്പീറ്റഡായിട്ട് പറഞ്ഞു കൊടുത്തിട്ടും ചെയ്യാൻ സാധിക്കുന്നില്ല, സങ്കീർണതകൾക്കനുസരിച്ച് മാറാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു കാര്യത്തെ നമ്മൾ സസ്പെക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ പലപ്പോഴും ബുദ്ധിശക്തിയിലുള്ള വൈകല്യം മുതിർന്നവരിൽ പ്രകടിതമാകുന്നത് അവരുടെ സാമൂഹിക ബന്ധങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ കുടുംബ ബന്ധങ്ങളിൽ അവർക്ക് ചെയ്യാൻ ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കാതെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ സാധാരണയായിട്ട് അത് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ഇത്രയും കുട്ടികളൊക്കെ കാണുന്നതാണ്. അപ്പോൾ അവരോട് എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്? സാധാരണ ബുദ്ധിമാന്യയുടെ കുട്ടികൾ വരുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് തലങ്ങളുണ്ട് ബുദ്ധിമാനത്തിൽ. അപ്പം മൈൽഡായിട്ടുള്ള കുട്ടികളാണ് മെയിൻലി സ്കൂളിൽ വരുന്നത്. അപ്പോൾ അവരെ കൂടി ഇരുന്ന് ചിലവർ ക്ലാസ്സിലിരിക്കാണ്ട് വരും. നമ്മുടെ അടുത്ത് വന്ന് ടീച്ചറെ വായോ വർത്താനം പറയാം. ക്ലാസ്സിൽ ഇരിക്കില്ല അവർ. ചിലപ്പോൾ അവർക്ക് ചില കുട്ടികൾ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യുന്നതുകൊണ്ട് പുറത്ത് പോവുക.
കാരണം അവർക്ക് തന്നെ ഒരു സെൽഫായിട്ട് അവർക്കൊരു കോൺഷ്യസ് അല്ല അവർ എങ്ങനെയാണ്. ചിലപ്പോൾ മുടിയൊക്കെ നല്ല ഭംഗിയിൽ കെട്ടി വരില്ല, ഹൈജീനൊന്നും പ്രത്യേകം ശ്രദ്ധിക്കില്ല അങ്ങനെയുള്ള കുട്ടികൾ വരുമ്പോൾ. മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്, ഇവരെ അടുത്തിരുത്താനും ഒക്കെ ബുദ്ധിമുട്ട് വരാറുണ്ട്. പക്ഷെ നമ്മൾ അവരെ കൂടെ തന്നെ നിൽക്കുമ്പോൾ അവർക്ക് എന്താണ് ആവശ്യം എന്ന് കണ്ടറിഞ്ഞ് ചെയ്യണം. ചിലപ്പോൾ ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ ചിലപ്പോൾ ടീച്ചേഴ്സിന് അത് പറ്റാറില്ല. കുറച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ അതുപോലെയുള്ള കുട്ടികളായിട്ട് ഒരു കമ്പനി വരുന്നത് 1-2 പേരുണ്ടെങ്കിൽ അവർ മാത്രം കൂട്ടായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും എന്തേ നിങ്ങൾ മാത്രം കൂട്ടാവണേ, അവർ ഞങ്ങളെ കളിക്കാൻ കൂട്ടിയില്ല ടീച്ചറേ എന്ന് പറയും. അപ്പോൾ അതെന്ത് കളിക്കാൻ കൂട്ടാൻ അവർ പറയുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവണില്ല, ഞങ്ങൾ പറയുമ്പോൾ അവരങ്ങനെയല്ല എന്ന് പറയണു. അപ്പോൾ അവർക്കുള്ളിൽ ഒരു സങ്കടമുണ്ട്, അവർക്ക് എന്താണ് മറ്റൊരു കൂടെ കൂട്ടാത്തതിന് വിഷമമുണ്ട്. പലപ്പോഴും ഈ ഡിഫറെൻ്റ് ആയിട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് അവർക്ക് നോർമൽ സ്കൂളിൽ വിടുന്നത് ഒരു ബുദ്ധിമുട്ടാന്ന് തോന്നുന്നുണ്ട്. നമുക്കതിൽ ഇപ്പൊ നോർമൽ സ്കൂളിൽ വിടാൻ പാടില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഒത്തിരി പെരുമാറ്റ വൈകല്യങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, മറ്റു കുട്ടികളെ ഉപദ്രവിക്കുന്നു. കുറച്ചുകൂടി അവർക്ക് ഫോക്കസിങ് ആവശ്യമാണെങ്കിൽ, ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആവശ്യമാണെങ്കിൽ നമുക്ക് സ്പെഷ്യലായിട്ട് കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നതും സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുന്നതുമായിട്ടുള്ള സ്കൂളുകളുണ്ട്. പിന്നെ അതും നമ്മൾ നോക്കണം. ഇപ്പം മൈൽഡ് മോഡറേറ്റ് ലെവലിലൊക്കെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ LP UP ക്ലാസ്സുകളിലേക്കൊക്കെ അവർക്ക് പോകാനായിട്ട് സാധിക്കും. കാരണം അത്ര സങ്കീർണമായ കാര്യങ്ങളല്ല. നമ്മളിപ്പോൾ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതായാലും പഠിപ്പിക്കുന്നതായാലും അത്രയ്ക്കും ഒരു ബുദ്ധിമുട്ടേറിയതല്ല. എങ്കിലും ആവറേജ് ലെവലിലുള്ള കുട്ടിയുടെ ആ ഒരു പെർഫോമൻസ് ഈ കുട്ടിയിൽ കണ്ടെന്ന് വരത്തില്ല. സ്പെഷ്യലായിട്ട് നമ്മൾ പഠിപ്പിക്കാനായിട്ട് ചില തരക്കാർ, അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രോബ്ലം കൂടി നമ്മൾ എടുത്തിട്ട് വേണം, കണക്കിലെടുത്തുകൊണ്ട് വേണം നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ നമുക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ മോഡൽ വന്നിരിക്കുന്നത് കൊണ്ട് സാധാരണ കുട്ടികളുടെ ഒപ്പം അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പഠിപ്പിച്ചു പോവുക എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന ബിഹേവിയർ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി അറ്റൻറ്റീവ് ആകണം. കാരണം മറ്റു കുട്ടികളെയും അത് ബാധിക്കും, അവരുടെ മാനസിക സംഘർഷങ്ങളും മാനസിക അവസ്ഥകളെയും ബാധിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പൊ മാനസികാവസ്ഥകൾ എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു ബുദ്ധിശക്തിയും മാനസിക ആരോഗ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്കൊരിക്കലും ബുദ്ധിശക്തി കുറഞ്ഞത് കൊണ്ട് മാനസികാരോഗ്യം കുറവാണെന്നോ അല്ലെങ്കിൽ ബുദ്ധിശക്തി കൂടുതലായതുകൊണ്ട് മാനസികാരോഗ്യം കറക്റ്റ് ആയെന്ന് അല്ലെങ്കിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇതിൻ്റെ ബുദ്ധിശക്തിയിൽ വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്തള്ളപ്പെട്ടു പോകാവുന്ന ഒരു അവസ്ഥകളുണ്ട്. കാരണം അവർക്ക് മറ്റുള്ളവരുടെ പോലെ, അതായത് അവരുടെ പ്രായത്തിനനുസരിച്ച്, നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, സൊസൈറ്റി ആണെങ്കിലും ഒരു കുടുംബമാണെങ്കിലും ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴേ ഉള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. നമുക്കത് പ്രതീക്ഷകളില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് എൻ്റെ കുഞ്ഞിങ്ങനെയൊക്കെ പെരുമാറിയിരിക്കണം, സമൂഹത്തിൽ ഇത്ര പ്രായമുള്ളൊരു കുഞ്ഞിതേ പോലെ പെരുമാറിയിരിക്കണം. അപ്പോൾ ആ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ആ ഒരു മച്യൂരിറ്റിയാണ് ഇവർക്ക് ഇല്ലാതെ പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം വരുമ്പോഴത്തേക്കും സമൂഹത്തിൽ നിന്നും, ഇപ്പം മാം പറഞ്ഞതുപോലെ കൂട്ടത്തിൽ നിന്നെല്ലാം ഇവരെ ഒറ്റപ്പെടുത്താനുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ ഒറ്റപ്പെടുത്തലുകൾ മാനസികമായ സംഘർഷങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അല്ലാതെ ബുദ്ധിശക്തിയും മാനസിക ആരോഗ്യവും തമ്മിൽ നേരിട്ടൊരു ബന്ധമുണ്ടെന്ന് നമുക്ക് പറഞ്ഞു വെക്കാനായിട്ട് സാധിക്കില്ല. ഒരു വ്യാഴവട്ടക്കാലം ഗുഡ്നസ് ടിവിയോടൊപ്പം സഞ്ചരിച്ച പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുൻപിൽ അഭിമാനത്തോടെ സമർപ്പിക്കുന്നു. ഗുഡ്നസ് ടിവി ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നു. OTT പ്ലാറ്റ്ഫോമായ റുക്കു ബോക്സിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Goodness. Stay with God. ഈ ബുദ്ധിശക്തിയുള്ള കുട്ടികളെ നമ്മൾ ഏത് പ്രായത്തിലാണ് കണ്ടെത്തി തുടങ്ങുക? ഓക്കെ, അതായത് ഈ ബുദ്ധിശക്തിയിൽ പ്രശ്നങ്ങളുള്ള വൈകല്യമുള്ള ഒരു കുട്ടിയെ നമ്മൾ കണ്ടെത്തി തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഗർഭാവസ്ഥയിൽ വെച്ച് തന്നെ ഒരു കുഞ്ഞിൻ്റെ ബുദ്ധിശക്തി നിർണ്ണയിക്കപ്പെടുകയാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമുക്ക് ബുദ്ധിശക്തി ഒന്നും അളന്ന് നോക്കാനൊന്നും സാധിക്കത്തില്ല. പക്ഷേ ജനിച്ചു കഴിയുമ്പോഴത്തേക്കും ഓരോ സമയത്തും അതിൻ്റേതായിട്ടുള്ള മൈൽ സ്റ്റോൺ ഡെവലപ്മെൻ്റ് എന്ന് നമ്മൾ പറയും. ആദ്യം ഒരു കുഞ്ഞിലുണ്ടാകുന്നത് മോട്ടോർ ആൻഡ് സെൻസറി ഡെവലപ്മെൻ്റ് ആണ്. മോട്ടോർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മോട്ടോർ മൈൽ സ്റ്റോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് കുഞ്ഞ് കമിഴ്ന്ന് വീഴുന്നു, ഇരിക്കുന്നു, നടക്കുന്നു, പിന്നീട് സ്പീച്ച് ആൻഡ് കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്നു ആ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതിലെല്ലാം ഒരു നിശ്ചിതമായിട്ടുള്ള കാലഘട്ടങ്ങളുണ്ട്.
ആ ഒരു മോട്ടോർ ഫങ്ഷൻ അറ്റൈൻ ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ പറയാം കമിഴ്ന്ന് വീഴാനായിട്ടൊരു കുഞ്ഞിന് ഒരു 3 to 4 months ആണ്. അതിൻ്റെ ഉള്ളിലാണ് കുഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആവറേജ് ഡെവലപ്മെൻറ്റിൽ കമിഴ്ന്ന് വീഴേണ്ടത്. അല്ലെങ്കിൽ ഇരിക്കാനായിട്ട് നമ്മൾ പറയുന്നുണ്ട് 6 to 7 and 8 months വരുന്നുണ്ട്. അതുപോലെ തന്നെ നടക്കാനായിട്ടുള്ള ഒരു കാലഘട്ടം വരുന്നുണ്ട്. ഇതിൽ നിന്ന് ഒത്തിരി ഡിലേ ആയി കഴിയുമ്പോൾ, അതായത് ആ കുട്ടി ഒരു വയസ്സായിട്ടും കുഞ്ഞിരിക്കാൻ പോലും തുടങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വളരെ വലിയൊരു ഡിലേ ആണ്. അപ്പോൾ ഈ ഒരു മോട്ടോർ ഡെവലപ്മെൻറ്റിലെ ഡിലേ, സ്പീച്ച് ആൻഡ് കമ്മ്യൂണിക്കേഷനിലെ ഡിലേ എല്ലാം ഒരു പരിധിവരെ സൂചിപ്പിക്കുന്നത് അവരുടെ ബുദ്ധിശക്തിയിലുള്ള കുറവ് കൂടിയാണ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ സാധാരണ കുട്ടികളെ ഇപ്പം കുട്ടികളുടെ ഒരു പ്രായത്തിനനുസരിച്ചുള്ള അവരുടെ പെരുമാറ്റങ്ങൾ വരുന്നില്ല, കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാകുന്നില്ല, പഠിപ്പിച്ചു കൊടുത്തിട്ടൊന്നും ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നില്ല, അല്ലെ പഠിപ്പിക്കുന്ന ആ ഒരു സമയത്തേക്ക് മാത്രമുണ്ട്, പിന്നീട് നോക്കുമ്പോഴത്തേക്കും ഇല്ല. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്കൂളുകളിൽ നിന്നാണ് സാധാരണ നമുക്ക് ഒരു റെഫറൻസ് വരാറുള്ളത്. എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ട്, അല്ലെ സംസാരത്തിൽ അത് പ്രകടിതമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നുള്ള ഒരു രീതിയിൽ. അപ്പോൾ നമുക്ക് ചെറുപ്രായത്തിലെ തന്നെ ബുദ്ധിശക്തിയിലെ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ അവിടെ തന്നെ നമ്മൾ ഓർക്കണം, മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ആൻഡ് പ്രൊഫൗണ്ട് എന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, റേഞ്ച് ഉണ്ട്. അപ്പം മൈൽഡ് എന്നൊക്കെ പറയുമ്പോൾ എഡ്യൂക്കബിൾ ആണ്, അവരെ നമുക്ക് പഠിപ്പിച്ചെടുക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 7-8 ക്ലാസ് വരെയൊക്കെയുള്ള പാഠ്യപദ്ധതികൾ നമ്മളൊരു ഇൻഡിവിജ്വൽ റെഫറൻസോടുകൂടി ഫോക്കസോടുകൂടിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുമാതിരിയൊക്കെ അവർക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഒരു പ്രൊഫൗണ്ട് ഒരു ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തും അവരുടെ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റില്ലാത്ത, അവരുടെ കാര്യങ്ങൾക്ക് പോലും വേറൊരാളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു ലെവലാണ്. അപ്പം ആ ഒരു ലെവലിനെ നമുക്ക് ഇപ്പോൾ പ്രൊഫൗണ്ടാണ് തീരെ കുഞ്ഞിലെ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ബോർഡർ ലൈൻ IQ ഉണ്ട്, അതായത് ആവറേജിലേക്ക് വന്നില്ല, ബിലോ ആവറേജ് ആണ്. അവരൊക്കെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമുക്ക് പെട്ടെന്നങ്ങ് മനസ്സിലാവില്ല, പക്ഷെ ഒരു ഇൻഡിവിജ്വൽ ഫോക്കസിംഗ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ബുദ്ധി വൈകല്യമുള്ള ഒരു കുട്ടിക്ക് മറ്റു കാര്യങ്ങളിലും ഇങ്ങനെ തന്നെയായിരിക്കും, അതോ വേറെന്തെങ്കിലും മാറ്റങ്ങളൊക്കെ സംഭവിക്കും? ഇല്ല, അവർക്ക് പഠനത്തിലാണ് അവർക്ക് ഒട്ടും പറ്റാതെയാവുന്നത്. കാരണം അവർക്ക് എഴുതാനോ അവർക്കൊന്നും മനസ്സിലാവില്ല. ശരിക്കും സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അവർക്ക് നമ്മൾ പറയുന്നത് കറക്റ്റായിട്ട് വിശകലനം ചെയ്ത് എഴുതാനൊന്നും പറ്റില്ല. പക്ഷെ അവർ കുറച്ചും കൂടി ഇപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ക്രാഫ്റ്റിങ്ങോ അതുപോലെ കാൻഡിൽ മേക്കിങ്ങോ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ചൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. കാരണം അവർക്ക് പഠിക്കാനോ അങ്ങനത്തെ ബുദ്ധി കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യണ്ട, നേരെ മറിച്ച് കൈകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, കണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ കുറച്ചൊരു ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇത് പറഞ്ഞ പോലെ തന്നെ അവർക്കൊരിക്കലും മടുക്കില്ല. കാരണം അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാനുണ്ടാവുമല്ലോ എന്നൊരു ആഗ്രഹം കൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കും. നോർമൽ ആവുന്ന കുട്ടികൾക്ക് അത് ബോറടിക്കും, മതിയായെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ പുറത്തിറങ്ങും. പക്ഷെ ഇവരങ്ങനെയല്ല, ഇവർക്ക് അത് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവും. മെയിനായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് അവർക്കൊരിക്കലും അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഡെലിവറി ചെയ്യാൻ ബുദ്ധിമുട്ട്. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അതുപോലെ തന്നെ എന്നോട് കൂട്ടിച്ചേർക്കാന്ന് വെച്ചാൽ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് അവരുടെ കൂടെ സ്കില്ല് ആഡ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അവരുടെ കൂടി കുറച്ച് പ്രോബ്ലം സോൾവിങ് അല്ലെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ വരേണ്ടതാണെങ്കിൽ കോംപ്ലക്സിറ്റി, നമ്മൾ അതിനെ പറയുന്നത് കോഗ്നിറ്റീവ് കപ്പാസിറ്റി എന്ന് പറയും. ആ ഒരു കാര്യം കൂടി എടുക്കേണ്ടി വരുമ്പോഴാണ് അവർക്ക് ബുദ്ധിമുട്ട് വരുന്നത്. ഇപ്പോൾ ഒരു സ്കിൽ പെർഫോമൻസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ കാണിച്ചു കൊടുത്തു, അതിന് ഒത്തിരി ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല, അത് അതേപോലെ തന്നെ ചെയ്താൽ മതിയെങ്കിൽ, റൊട്ടീനായിട്ട് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്കത് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ പഠനത്തിൽ ബുദ്ധിമുട്ട് വന്നാലും അവർക്കൊരു സെൽഫ് ഹെൽപ്പ് സ്കിൽസ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നു. കാരണം അവരുടെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കണം, ആ ഒരു മേഖലയിൽ അവരെ കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ബുദ്ധി വൈകല്യം എന്ന് പറഞ്ഞപ്പോൾ ചില കുട്ടികൾ പക്ഷേ ബുദ്ധി കൂടുതലാണെന്ന് തോന്നാം. റോബോട്ടിക്സിൻ്റെ പോലെ ഒന്ന് പുസ്തകം കാണിക്കുമ്പോഴെല്ലാം കാണാപ്പാടാൻ പഠിക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ക്യാച്ചിങ് പവർ ഉണ്ടാവും. പക്ഷെ മറ്റുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ അവർക്ക് എന്തോ ഒരു മാനസിക പ്രശ്നം അല്ലെങ്കിൽ ഒരു എന്തോ പ്രശ്നമുള്ള കുട്ടി എന്ന് പറയും. അപ്പോൾ അത് ഇതുപോലെ ഒരു ബുദ്ധിയിൽ പെടുന്ന ഒരു വൈകല്യം തന്നെയാണ്. നമ്മൾ പറയുന്നത് ഇപ്പോൾ ഇന്റലിജൻസ് കോഷൻ, അതായത് IQ എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ കൂടുതലും അക്കാഡമിക്കും അല്ലെങ്കിൽ ഇതേപോലെ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു സ്കിൽ എടുത്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇതുപോലെ തന്നെയാണ് SQ, സോഷ്യൽ കോഷ്യൻ്റ്. സോഷ്യൽ കോഷ്യൻറ്റിലാണ് മനുഷ്യരായിട്ടുള്ള ഇടപെടലുകൾ, നമ്മൾ പറയുക സോഷ്യൽ മച്യൂരിറ്റി.
ആൻഡ് അഡാപ്റ്റേഷൻ സ്കിൽ, അതായത് സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാനായിട്ട്. ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം IQ ലെവലുണ്ട്, പക്ഷേ SQ ലെവൽ വളരെ കുറവായിരിക്കും. EQ ലെവൽ, ഇമോഷണൽ കോഷ്യന്റ് വളരെ കുറവായിരിക്കും. LQ, ലീഡർഷിപ്പ് കോഷ്യന്റ്, അത് ചിലപ്പോൾ കുറവായിരിക്കും. അല്ലെങ്കിൽ അധേഴ്സീവ് കോഷ്യന്റ്, അത് കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങളെല്ലാം കുറവായിട്ട് വരുമ്പോഴാണ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ പെർഫോമൻസ് അവിടെ ചെയ്യാൻ പറ്റാതെ സാധിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ പറയും അവർ ഭയങ്കര ബുജിയാ, ബുക്കിഷ് നോളജ് മാത്രമേ ഉള്ളൂ, പക്ഷെ മനുഷ്യരായിട്ട് ഇടപെടാൻ വരുമ്പോഴത്തേക്കും അവർക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല, ഇവൻ എങ്ങനെ അവിടെ ചെന്ന് പെരുമാറേണ്ടെന്ന് അറിയത്തില്ല എന്ന്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ചേർന്ന ഒരാളെയാണ് നമ്മൾ ശരിക്കും ബുദ്ധിശക്തിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ആ ഒരു ആവറേജ് ലെവൽ ഓഫ് ഫങ്ഷനിങ് എന്ന് നമുക്ക് പറയാനായിട്ട്. നമ്മൾ പൊതുവേ പറയുന്ന ഒരു കാര്യമാണ്, കുട്ടിക്ക് ഇങ്ങനെ ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നം കൊണ്ടാണ്, അല്ലെങ്കിൽ അമ്മ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ്, ഇങ്ങനെ ചെയ്തുകൊണ്ടാന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുമായിട്ട് ഇത് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ശരിക്കും നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജനനവും ജീവനും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന ഒരു പ്രിനേറ്റൽ പീരീഡ് ഉണ്ട്, നമുക്ക് ആ ഒരു പ്രസവ സമയമുണ്ട്, പെരിനേറ്റൽ പീരീഡ് എന്ന് പറയും. ദെൻ പോസ്റ്റ്നേറ്റൽ പീരീഡ്. പോസ്റ്റ്നേറ്റൽ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് പുറത്ത് വന്നു. ഈ 3 കാലഘട്ടങ്ങളും വളരെ ക്രൂഷ്യലാണ്. ഇനിയിപ്പോൾ നമ്മൾ കുഞ്ഞ് ഗർഭാവസ്ഥയിലായിരിക്കുമ്പോഴത്തേക്കും അമ്മ ചിലപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിരുന്നു, അപ്പോൾ കണ്ടത് മുഴുവനും ബുദ്ധി വൈകല്യമുള്ള കുട്ടികളെയാണ്. അങ്ങനെ കണ്ട് കുഞ്ഞ് ഉള്ളിൽ കിടന്ന് ബുദ്ധി വൈകല്യം ഉണ്ടായിപ്പോയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ദൈവം തരുന്ന ദാനമാണ് ഓരോരുത്തരുടെയും ജീവിതം. അപ്പോൾ ആ ജീവൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും ദൈവത്തിൻ്റെ ഒരു പദ്ധതി ആ മനുഷ്യ ജീവനിലൂടെ നിറവേറണം എന്നുള്ളതും നമ്മുടെ പ്ലാൻ അല്ല, ദൈവത്തിൻ്റെ പ്ലാനാണത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശരിക്കും ഞാൻ പറയും, ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കണമെങ്കിൽ ആരോഗ്യമുള്ള സ്ത്രീ സമൂഹത്തിൽ ഉണ്ടായിരിക്കണം, കുടുംബത്തിൽ ഉണ്ടായിരിക്കണം. അത് ശാരീരിക ആരോഗ്യം മാത്രമല്ല, മാനസിക ആരോഗ്യവും ഉണ്ടായിരിക്കണം. അപ്പം മാനസികമായും ശാരീരികമായും ആരോഗ്യമുള്ളൊരു സ്ത്രീക്ക് മാത്രമേ ഒരു ഭാര്യയായി അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് അമ്മയാകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഗർഭാവസ്ഥയിൽ പ്രത്യേകം സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് ആഹാരം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും പോസിറ്റീവ് ഇമോഷൻസ് കൂടുതൽ ഉണ്ടാകാനും അവരുടെ ആ ഒരു എൻവയോൺമെൻറ്റ്, അവരുടെ ചുറ്റുപാടുകൾ കുറച്ചുകൂടി സപ്പോർട്ടീവ് ആകാനും സന്തോഷമുള്ളതാകാനും ഒക്കെ നോക്കുക. പിന്നെ ടോക്സിക്കുകൾ, അതായത് നമ്മൾ പറഞ്ഞ വിഷലിപ്തമായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ പറയും മയക്കുവസ്തുക്കൾ അല്ലെങ്കിൽ മദ്യം, സിഗരറ്റ്, അതായത് നിക്കോട്ടിൻ പോലെയുള്ള കാര്യങ്ങൾ ഒത്തിരി ഉള്ളിലേക്ക് പോകാതെയും അതിൻ്റെ എക്സ്പോഷർ കിട്ടാതെയും നമ്മൾ പരിശ്രമിക്കുക. പിന്നെ അപകടങ്ങളിൽ നിന്ന്, ഇപ്പം എനിക്കറിയാം ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് 3-ാമത്തെ മാസത്തിൽ അല്ലെ 4-ാമത്തെ മാസം, അതായത് പ്രഗ്നൻ്റ് ആയിരുന്നു 4-ാമത്തെ മാസത്തിലാണ് ഒരു സ്കൂട്ടറിൽ നിന്ന് താഴെ വീണു, അന്ന് കുഞ്ഞിന് എന്തോ ഒരു പ്രശ്നം പറ്റി, അതിനുശേഷം കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിക്കാണ് വൈകല്യമുണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു അപകട മേഖലകൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പ്രസവ അവസ്ഥ, അതായത് ആ പ്രസവ സമയം വളരെ ക്രൂഷ്യലാണ്, വളരെ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഡിലേഡ് ആയിട്ടൊക്കെ വരുന്ന കുഞ്ഞ് പുറത്തേക്ക് വരാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ആ ഒരു സമയത്തുണ്ടാകുന്ന ഹൈപ്പോക്സിയ, ഓക്സിജൻ വേണ്ട രീതിയിൽ ബ്രെയിനിലേക്ക് പോകാതിരിക്കുന്നൊരവസ്ഥ, ആ ഒരു സമയത്ത് കുട്ടികളിൽ ഉണ്ടാകുന്ന എപ്പിലെപ്സി, ഫിക്സ് പോലെയുള്ള കാര്യങ്ങൾ, അപ്പോൾ ഇതെല്ലാം കുഞ്ഞിൻ്റെ ബുദ്ധിശക്തിയെ ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കിട്ടേണ്ട ആ ഒരു എക്സ്പോഷർ, കിട്ടേണ്ട പരിപാലനം. അതായത് ബുദ്ധിശക്തിയെയും മറ്റു സാമൂഹിക അന്തരീക്ഷങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു വ്യവസ്ഥ ഫാമിലിയിൽ ഉണ്ടായിരിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ബുദ്ധിശക്തി നമുക്ക് നൽകപ്പെടുന്നതാണ്. അപ്പോൾ ഒരു ബുദ്ധിശക്തിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ ചിലപ്പോൾ ഓർക്കും, നമ്മൾ ബോട്ടിൽ വാട്ടർ മേടിക്കും അല്ലേ, അപ്പോൾ ഒരു 1 ലിറ്റർ വാട്ടറുള്ള ബോട്ടിലുണ്ട്, 1/2 ലിറ്റർ വാട്ടറുള്ള ബോട്ടിലുണ്ട്, അല്ലെങ്കിൽ 100 ml മാത്രമുള്ള ബോട്ടിലുണ്ട്. അപ്പം ഇതേപോലെ വ്യത്യസ്തമായിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലര് ബുദ്ധിയുള്ളവർ അവരെ മുൻഗണനാ ക്രമത്തിലേക്ക് വരിക, അല്ലെ ചിലരെ അങ്ങ് തഴയുക, അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സമൂഹത്തിൽ ജീവിക്കാനായിട്ട് ദൈവം പദ്ധതിയിട്ട് അവർക്ക് ജീവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ
ഇന്ന് സയൻറ്റിഫിക് ആയിട്ടുള്ള കുറേ മാർഗങ്ങളുണ്ട് ഇവരെ കൂടി സമൂഹത്തിലേക്ക് കൊണ്ടുവരാനും സമൂഹത്തിൽ ഉൾച്ചേർത്ത് അവരെ കൂടി കൊണ്ടുപോകാനും. അപ്പോൾ ഒരു ബുദ്ധിശക്തിയുടെ തലത്തിൽ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല ചിലർ, അല്ലെ ബുദ്ധിയുണ്ട്, ബുദ്ധി വൈകല്യമുണ്ട്. അത് അങ്ങനെ ഒരു ഡിമാർക്കേഷനേക്കാൾ ഉപരിയായിട്ട് അവരെ കൂടി ഉൾപ്പെടുത്തുന്ന ഒരു നല്ലൊരു സുന്ദരമായ ഒരു സമൂഹമാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടതും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതും. മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഈ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ്. മുതിർന്നവരിലും കുട്ടികളിലും ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമായിരുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പമായിരുന്ന വിൻസെൻഷൻ സബാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള സിസ്റ്റർ ഡോണയ്ക്കും അതോടൊപ്പം തന്നെ ബിനിത മാമിനും ഒത്തിരി നന്ദി. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും നന്ദി, നമസ്കാരം.